GST ഇളവുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് നേട്ടമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ പരിഷ്കാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ GST നിരക്കുകളെ വിമർശിക്കുന്ന കോൺഗ്രസ് കുട്ടികളുടെ മിഠായിക്ക് പോലും നികുതി ഏർപ്പെടുത്തിയിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലൊന്നാണ് GST. 8 വർഷം മുൻപ് GST നടപ്പാക്കിയപ്പോൾ പതിറ്റാണ്ടുകളുടെ സ്വപ്നമാണ് സഫലമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ ഇരട്ട നികുതി ഘടന രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള ഡബിൾ ഡോസായി മാറും. ഒരു വശത്ത് സാധാരണക്കാർക്ക് നേട്ടമാകുമ്പോൾ മറുവശത്ത് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുമെന്നും മോദി പറഞ്ഞു. डबल डोज यानी एक तरफ देश के सामान्य परिवार की बचत और दूसरी तरफ देश की अर्थव्यवस्था को नई मजबूती. नए GST रिफॉर्म से देश के हर परिवार को बहुत बड़ा फायदा होगा. കർഷകർക്കും സാധാരണക്കാർക്കും ആശ്വാസം പകരുന്നതാണ് പുതിയ GST ഇളവുകൾ. ഇത് രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്നും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ വിമർശിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. മുൻകാല സർക്കാരുകൾ അന്യായമായി നികുതി ചുമത്തി. UPA സർക്കാർ മധ്യവർഗത്തെ ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കുട്ടികളുടെ മിഠായിക്ക് പോലും കോൺഗ്രസ് നികുതി ഏർപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. കോൺഗ്രസ് സർക്കാർ ने कैसे आपका मंथली बजट बढ़ाया हुआ था ये कोई भूल नहीं सकता है. टूथपेस्ट, साबुन, हेयर ऑयल, इन पर 27% टैक्स. हालत ये थी कि कांग्रेस वाले बच्चों की टॉफी पर भी 21% टैक्स लेते थे. പുതിയ ആഗോളക്രമത്തിൽ കാലോചിതമായ മാറ്റങ്ങളില്ലാതെ രാജ്യത്തിന് മുന്നേറാൻ സാധിക്കില്ല. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനുള്ള പരിഷ്കരണങ്ങളുടെ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടണം. സ്കൂളുകളിൽ സ്വദേശി വാരാചരണം സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.